ആലത്തൂരിലെ സ്ഥാനാർത്ഥിക്കെതിരായ വിവാദ പരാമർശം സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. 242 നാമനിർദ്ദേശ പത്രികകൾ അംഗീകരിച്ചതായും മീണ. ബെന്നി ബെഹനാന്റെ അനാരോഗ്യം തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ബാധിക്കാതിരിക്കാൻ മറുതന്ത്രങ്ങൾ മെനഞ്ഞ UDF. മുതിർന്ന നേതാക്കളെ പ്രചാരണത്തിനിറക്കി ആശങ്ക മറികടക്കാൻ നീക്കം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വിലക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധ സംഗമം. നിരോധനം പിൻവലിച്ചില്ലെങ്കിൽ ഏപ്രിൽ 15 മുതൽ തൃശൂർ പൂരം അടക്കമുള്ള ഉത്സവാഘോഷങ്ങൾക്ക് ആനകളെ നൽകില്ലെന്ന് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി. വടനപ്പള്ളിയിൽ കാർ സ്കൂട്ടറിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. സ്കൂട്ടർ ഓടിച്ചിരുന്ന മാതാവ് അനിത പരിക്കേറ്റ് ചികിത്സയിൽ. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിലെ ചുങ്കാൽ വനത്തിൽ നിന്ന് ചന്ദനം മുറിച്ചു കടത്താനെത്തിയ മാഫിയ സംഘം പിടിയിൽ. 6 അംഗ സംഘത്തിലെ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥിക്കെതിരായ വിവാദ പരാമർശത്തിൽ റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായതായും മീണ അറിയിച്ചു. 303 നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. 242 എണ്ണം അംഗീകരിച്ചു. ഏറ്റവും കൂടുതൽ പത്രിക ലഭിച്ചത് വയനാട്ടിൽ നിന്നാണ് 22 എണ്ണം. ആറ്റിങ്ങലിൽ നിന്ന് 21 പത്രികകളും ലഭിച്ചു. ഇത്തവണ 172 ട്രാൻസ്ജെൻഡർ വോട്ടർമാർ പട്ടികയിലുണ്ട്. ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാർ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. 100 വയസ്സിന് മുകളിലുള്ള 2230 വോട്ടർമാരും 1.25 ലക്ഷം ഭിന്നശേഷി വോട്ടർമാരുമുണ്ട്. വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ നിന്നായി 14 കോടി രൂപയുടെ സാധന സാമഗ്രികൾ പിടിച്ചെടുത്തു. കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവനുമായി ബന്ധപ്പെട്ട ഒളി ക്യാമറ വിഷയത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കിട്ടി. DGPയോടും ഭരണാധികാരിയോടും വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ടിക്കാറാം മീണ പറഞ്ഞു. ലീഗിനെതിരായ യോഗിയുടെ പരാമർശത്തിൽ പരാതി ലഭിച്ചിട്ടില്ല. ബാങ്ക് വായ്പകൾക്കുള്ള മൊറട്ടോറിയം വൈകും. മൊറട്ടോറിയം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വേണം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം തേടിയിട്ടുണ്ട്. ഇത് സർക്കാരിനെ അറിയിക്കുമെന്നും ടിക്കാറാം മീണ പറഞ്ഞു. ബെന്നി ബെഹനാന്റെ അനാരോഗ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ബാധിക്കാതിരിക്കാൻ മറുതന്ത്രങ്ങൾ മെനഞ്ഞ UDF. മുതിർന്ന നേതാക്കളെ പ്രചാരണത്തിനിറക്കി ആശങ്ക മറികടക്കാനാണ് നീക്കം. ചാലക്കുടി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന് ഹൃദയാഘാതം മൂലം ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ച സാഹചര്യത്തിൽ ബദൽ തന്ത്രങ്ങളിലൂടെ പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമം. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കളുടെ റോഡ് ഷോ അടക്കം നടത്തി സ്ഥാനാർത്ഥിയുടെ അഭാവത്തിലും പ്രചരണം സജീവമാക്കാനാണ് UDFന്റെ തീരുമാനം. എറണാകുളം, തൃശൂർ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ 2ാം ഘട്ടം പുരോഗമിക്കവെയാണ് ബെന്നി ബെഹനാൻ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിലായത്. UDFന് ശക്തമായ അടിത്തറയുള്ള മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ കൈവിട്ട സീറ്റ് ബെന്നി ബെഹനാനിലൂടെ തിരിച്ചു പിടിക്കാമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ അനാരോഗ്യം ബെന്നി ബെഹനാന് തിരിച്ചടിയായി മാറുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് MLA-മാരെ പ്രചാരണത്തിനിറക്കാനുള്ള തീരുമാനം. MLA-മാരായ അൻവർ സാദത്ത്, എൽദോസ് കുന്നപ്പള്ളി, റോജി M. ജോൺ, VP സജീന്ദ്രൻ എന്നിവരും ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, VD സതീശൻ, PT തോമസ് അടക്കമുള്ളവരും മണ്ഡലത്തിൽ സജീവ പ്രചരണം നടത്തും. 1.5 ആഴ്ചത്തെ വിശ്രമം വേണമെന്നാണ് ബെന്നി ബെഹനാന് ഡോക്ടർമാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് വിശ്രമിക്കുന്ന ബെന്നി ബെഹനാനെ എതിർ സ്ഥാനാർത്ഥി ഇന്നസെന്റ് കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു. TCV ചാലക്കുടി. കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പൂരങ്ങളിൽ നിന്ന് വിലക്കിയത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. രാമചന്ദ്രന്റെ നിരോധനം പിൻവലിച്ചില്ലെങ്കിൽ ഏപ്രിൽ 15 മുതൽ തൃശൂർ പൂരം അടക്കമുള്ള ഉത്സവാഘോഷങ്ങൾക്ക് ആനകളെ നൽകില്ലെന്ന് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി. വനംവകുപ്പ് നിശ്ചയിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിക്കാതെ ഏകപക്ഷീയമായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ നിരോധിച്ച വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ തീരുമാനം അംഗീകരിക്കില്ലെന്നും ആനയുടെ നിരോധനം പിൻവലിക്കണമെന്നും തൃശൂരിൽ സംഘടിപ്പിച്ച കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി പ്രതിഷേധ യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വിലക്ക് നീക്കിയില്ലെങ്കിൽ ഏപ്രിൽ 15 വിഷു മുതൽ തൃശൂർ പൂരമടക്കമുള്ള ഉത്സവ ചടങ്ങുകളിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നും ആനകളെ പിൻവലിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നും സർക്കാർ നടപടിയെടുക്കണമെന്നും ഇവർ വ്യക്തമാക്കി. ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾ ആന തൊഴിലാളി സംഘടനയും ആന ഉടമസ്ഥ സംഘടനയും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും പ്രതീക്ഷിക്കുന്നു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ഒരു പരിഗണന ഉണ്ടായില്ലെങ്കിൽ ഈ ഏപ്രിൽ 15 മുതൽ വിഷു 1 മുതൽ യാതൊരു പൊതുപരിപാടികൾക്കും നാട്ടാനകളെ, സ്വകാര്യ ആനകളെ നൽകാതെ ഫെഡറേഷനും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകും. തൃശ്ശൂർ പൂരടക്കം ഒരു പൂരങ്ങൾക്കും ഞങ്ങൾ ആനകളെ
കൊടുക്കില്ല. ഒരു സൈഡിൽ കേസും ഒരു സൈഡിൽ ഉത്സവവും ആയിട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. രാമചന്ദ്രനെ തെച്ചിക്കോട്ടുകാവ് ദേവസ്വത്തിന് നൽകിയ പാർവതി അമ്മാൾ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ് ബാബു എം പാലിശ്ശേരി അധ്യക്ഷനായിരുന്നു. കൃഷിമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ, കെ രാജൻ MLA, UDF തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി TN പ്രതാപൻ, വ്യവസായ പ്രമുഖൻ പത്മശ്രീ ഡോക്ടർ TA സുന്ദർമേനോൻ, കോർപ്പറേഷൻ കൗൺസിലർമാരായ A പ്രസാദ്, K മഹേഷ്, ആന ഉടമസ്ഥ സംഘം സംസ്ഥാന സെക്രട്ടറി P ശശികുമാർ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് സതീഷ് മേനോൻ, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി പ്രൊഫസർ M മാധവൻകുട്ടി, വത്സൻ ചമ്പക്കര, മംഗലാംകുന്ന് പരമേശ്വരൻ, A കുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. സേവ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ബോർഡുകളേന്തിയും ടീഷർട്ട് ധരിച്ചും സ്ത്രീകളടക്കം നിരവധി പേരാണ് പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തത്. TCV ന്യൂസ്, തൃശൂർ. വാടനപ്പള്ളി ചിലങ്ക ജംഗ്ഷനിൽ കാറിടിച്ച് അമ്മയോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന 11-കാരൻ മരിച്ചു. വാടനപ്പള്ളി പോലീസ് സ്റ്റേഷന് കിഴക്ക് പെരിഞ്ഞം വീട്ടിൽ സുധീഷ് അനിത ദമ്പതികളുടെ മകൻ ആദിഷാണ് മരിച്ചത്. തൃത്തല്ലൂരിലെ വാടനപ്പള്ളി സഹകരണ ബാങ്കിൽ നിന്നുള്ള ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത് മടങ്ങുമ്പോഴായിരുന്നു അനിതയും മകനും സഞ്ചരിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടത്. വാടനപ്പള്ളി പഞ്ചായത്തിലെ 12-ാം വാർഡിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന ചുമതലയാണ് അനിതയ്ക്കുണ്ടായിരുന്നത്. ഇടറോഡിൽ നിന്ന് ദേശീയപാതയിലേക്ക് കയറുന്നതിനിടെ സ്കൂട്ടറിൽ എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഗുരുവായൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിനിടയാക്കിയത്. വിതരണം ചെയ്ത ക്ഷേമ പെൻഷനിൽ ബാക്കിയുള്ള 8.5 ലക്ഷം രൂപയോളം സ്കൂട്ടറിലുണ്ടായിരുന്നു. പരിക്കേറ്റ അനിതയെ മദർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിലെ ചുങ്കാൽ വനത്തിൽ നിന്ന് ചന്ദനം മുറിച്ചു കടത്താനെത്തിയ മാഫിയ സംഘം പിടിയിൽ. 6-അംഗ സംഘത്തിലെ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. എറണാകുളം വലമ്പൂർ പട്ടിമറ്റം പൂന്തിപ്പറമ്പിൽ അനീഷ്, ചെങ്ങര കട്ടക്കയം അരുൺകുമാർ, സേലം ബേലൂർ ആലടിപ്പട്ടി സ്വദേശികളായ മാണിക്യം, രാജാമണി, കാമരാജ് എന്നിവരാണ് പിടിയിലായത്. മണ്ണാർക്കാട് സ്വദേശിയായ ഷറഫുദ്ദീൻ എന്നയാൾ രക്ഷപ്പെട്ടു. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കി. ചുങ്കാൽ വനത്തിലെ മറ്റത്തൂർ ഭാഗത്ത് ചന്ദനം മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സംഘത്തെ പട്രോളിങ്ങിനിടയിലാണ് വനപാലകർ പിടികൂടിയത്. ചന്ദനം കാട്ടിൽ നിന്ന് വെട്ടി ശേഖരിച്ച് ആ ചന്ദനത്തടികൾ ചെത്തിയൊരുക്കി ഇവരുടെ തന്നെ കാറുകളിൽ കയറ്റി നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ചുങ്കാൽ ഫോറസ്റ്റ് സ്റ്റാഫുകൾ പ്രതികളെ വനത്തിൻ്റെ വെച്ച് തന്നെ കയ്യോടെ തൊണ്ടി സഹിതം പിടികൂടുകയുണ്ട്. അതിൽ ഈ മണ്ണാർക്കാട് സ്വദേശിയായ ഷെറഫുദ്ദീൻ ടിയാൻ്റെ വാഹനവും ഈ വാഹനത്തിൽ കയറ്റിയ ചന്ദനത്തടികളുമായി ഇതിനകം രക്ഷപ്പെട്ടിരിക്കുകയാണ്. ടിയാനെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. തമിഴ്നാട് സേലം സ്വദേശികളായ 3 പേരാണ് വനത്തിൽ കയറി ഈ ചന്ദനം വെട്ടിമുറിച്ച് ശേഖരിച്ചിട്ടുള്ളത്. ഈ പ്രതികളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മുറിച്ചെടുത്ത ചന്ദനമുട്ടികൾ, വെട്ടുകത്തി, വാൾ, പ്രതികൾ സഞ്ചരിച്ച കാർ എന്നിവയും പിടിച്ചെടുത്തിട്ടുണ്ട്. മറ്റൊരു കാറിലെത്തിയ ഷറഫുദ്ദീൻ കൂട്ടാളികൾ പിടിയിലായതിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചർ TS മാത്യു, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PS ഷൈലൻ, ചുങ്കാൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KB ശോഭൻ ബാബു, ബീറ്റ് ഓഫീസർമാരായ KS സന്തോഷ്, PV മുരളി, VR ഷാജു, വാച്ചർ MR പ്രതീഷ് എന്നിവരാണ് ചന്ദനക്കടത്ത് സംഘത്തെ പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. TCV കൊടകര. മീനഭരണി ആഘോഷത്തിന്റെ പരമപ്രധാന ചടങ്ങായ അശ്വതി കാവ് തീണ്ടലിനൊരുങ്ങി കുരുമ്പക്കാവ്. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 10,000-ങ്ങളാണ് കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. രേവതി വിളക്ക് കണ്ടു തൊഴുത് ഉറഞ്ഞു തുള്ളുന്ന കോമരങ്ങളും മുളന്തണ്ടിൽ താളമിട്ട് പാടുന്ന ഭക്തസംഘങ്ങളും അശ്വതി കാവ് തീണ്ടലിനുള്ള കാത്തിരിപ്പിലാണ്. അശ്വതി നാളിൽ ശ്രീകോവിലിൽ നടക്കുന്ന ശാക്തേയ വിധി പ്രകാരമുള്ള തൃച്ചന്ദന ചാർത്ത് പൂജയ്ക്ക് ശേഷമാണ് കാവ് തീണ്ടൽ നടക്കുക. വലിയ തമ്പുരാൻ രാമവർമ്മ രാജയുടെ അനുമതിയുടെ അടയാളമായി കോയ്മ ചുവന്ന പട്ടുകുട ഉയർത്തുന്നതോടെ പരമ്പരാഗത അവകാശിയായ പാലക്കവേലൻ ആദ്യം കാവ് തീണ്ടും. തുടർന്ന് 10,000-കണക്കിന് ഭക്തർ ക്ഷേത്രത്തെ വലം വെച്ച് തമ്പുരാനെ വണങ്ങി മടങ്ങുന്നതോടെ കാവ് തീണ്ടൽ ചടങ്ങ് അവസാനിക്കും. സൂര്യാതപ മുന്നറിയിപ്പ് തുടരുന്നു. ജില്ലയിൽ 2 പേർക്ക് സൂര്യാതപമേറ്റു. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ താപനില 3 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സൂര്യാഘാതം പ്രതിരോധിക്കുന്ന നടപടികൾ പൊതുജനം തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം ചിറ്റാട്ടുകരയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ BJP പ്രവർത്തകനായ ലിമേഷ് കാക്കശ്ശേരിക്ക് സൂര്യാതപമേറ്റു. സ്കൂട്ടർ യാത്രയ്ക്കിടെ മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സോന കരീമിനും സൂര്യതാപമേറ്റു. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്.
വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകൾ തുടരുന്നു. പ്രണയം നിരസിക്കുന്നതിന്റെ പേരിൽ പെൺകുട്ടികളോട് ക്രൂരമായി പ്രതികാരം ചെയ്യുന്ന പ്രവണത ആവർത്തിക്കാതിരിക്കാൻ നിയമവ്യവസ്ഥകളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ MC ജോസഫൈൻ. ചിയാരത്ത് കാമുകൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനിയുടെ വീട് സന്ദർശിക്കാൻ എത്തിയതായിരുന്നു ജോസഫൈൻ. ഉന്നത നീതിപീഠങ്ങൾ ഈ വർദ്ധിച്ചു വരുന്ന ഇത്തരം സംഭവങ്ങൾ നിയന്ത്രിക്കാൻ നിയമത്തിന് എത്രത്തോളം കഴിയും, അല്ലെങ്കിൽ നിയമം എത്രത്തോളം അതിൻ്റെ പല്ലിനും നഖത്തിനും മൂർച്ച കൂട്ടി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ സമീപനങ്ങൾ ഉന്നത നീതിപീഠങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് തന്നെയാണ് അഭിപ്രായം. പ്രണയം നിരസിച്ചാൽ ഉടൻ പെൺകുട്ടികളെ ക്രൂരമായി ഇല്ലാതാക്കുന്ന സംഭവങ്ങൾ സംസ്ഥാനത്ത് ആവർത്തിക്കുന്നത് ഭയാനകമാണ്. തിരുവല്ലയിലും ചിയാരത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത് ആണധികാരത്തിന്റെ ക്രൂരതയാണെന്നും MC ജോസഫൈൻ പറഞ്ഞു. ആണധികാരത്തിൻ്റെ ക്രൂരതയാണ്. ആസിഡ് ആക്രമണം, അതെ, ഈ പെട്രോൾ ആക്രമണം, അത് ഏത് വിധത്തിലുള്ള ഇത്തരം ആക്രമണങ്ങളും അത് ആയുധം ഉപയോഗിച്ചാകാം. ഇവിടെ 2 സ്ഥലത്ത് ആയുധം ഉപയോഗിച്ചിട്ടുണ്ട്. 2 സ്ഥലത്ത് ആയുധം ഉപയോഗിച്ചതിന് ശേഷമാണ് നിശേഷം ഇല്ലാതാക്കാൻ തീ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അധികാരം അതൊരു ക്രൂരമായ അധികാരം. അതേസമയം മഹിളാ അസോസിയേഷൻ നേതാക്കളോടൊപ്പം പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ വനിതാ കമ്മീഷൻ അംഗങ്ങളോട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമില്ലെന്ന് ബന്ധുക്കൾ അറിയിച്ചതിനെ തുടർന്ന് കമ്മീഷൻ അംഗങ്ങൾ വീട്ടിൽ നിന്ന് മടങ്ങി. ദേശീയപാത ആമ്പല്ലൂരിൽ ഓട്ടോറിക്ഷയും മിനി ലോറിയും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ യാത്രക്കാരായ 4 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ശനിയാഴ്ച വൈകിട്ട് 7:30യോടെയാണ് അപകടം. ചാലക്കുടി ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന മിനി ലോറിയുടെ ഡോർ അശ്രദ്ധമായി തുറന്നതാണ് അപകടത്തിനിടയാക്കിയത്. മിനി ലോറിയുടെ ഡോറിൽ ഇടിച്ച് ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു. തുടർന്ന് പുറകെ വന്നിരുന്ന ടാങ്കർ ലോറി ഓട്ടോറിക്ഷയിൽ ഇടിച്ചു. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. ജില്ലാ കളക്ടർ TV അനുപമ സഞ്ചരിച്ചിരുന്ന കാർ ചാലക്കുടിയിൽ മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ചു. ആർക്കും പരിക്കില്ല. പോട്ട ദേശീയപാതയ്ക്കടുത്ത് പഴയ റോഡിലെ പാലത്തിന് സമീപത്തായിരുന്നു അപകടം. തെരഞ്ഞെടുപ്പ് അവലോകന യോഗം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു കളക്ടർ. മുന്നിൽ പോയിരുന്ന കാർ പെട്ടെന്ന് ബ്രേക്കിട്ടപ്പോൾ കളക്ടറുടെ കാർ പിന്നിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് റവന്യൂ വകുപ്പിന്റെ മറ്റൊരു കാറിൽ കളക്ടർ തൃശൂരിലേക്ക് പോവുകയും ചെയ്തു. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് അവശ്യ നിലയിൽ കണ്ടെത്തിയ 2 അമ്മമാരുടെ താൽക്കാലിക സംരക്ഷണം കാക്കനാട് തെരുവോരം NGO ഏറ്റെടുത്തു. ഗുരുവായൂർ സ്വദേശിനിയായ 72 വയസ്സുള്ള തങ്കം, തിരുവനന്തപുരം സ്വദേശിനിയായ 65 വയസ്സുള്ള ഭാരതിയമ്മ എന്നിവരെയാണ് കാക്കനാട് തെരുവോരം NGO സ്ഥാപകനും സാമൂഹ്യ പ്രവർത്തകനുമായ മുരുകൻ ഏറ്റെടുത്തത്. വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണന്റെ നേതൃത്വത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകരാണ് അമ്മമാരെക്കുറിച്ച് മുരുകന് വിവരം നൽകിയത്. ഗുരുവായൂർ ടെമ്പിൾ SHO C പ്രേമാനന്ദ കൃഷ്ണന്റെ സഹായത്തോടെ അമ്മമാരെ കൊണ്ടുപോവുകയായിരുന്നു. ചെമ്പുകാവിൽ വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ടിരുന്ന ബെൻസ് കാറിന്റെ ഡിക്കിയിൽ കുടുങ്ങിയ ജീവനക്കാരനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. പത്തനംതിട്ട സ്വദേശി വിവേകിനെയാണ് കാറിന്റെ ഡിക്കിയിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ഹൈഡ്രോളിക് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഡിക്കി പൊളിച്ചാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത്. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. കാറിന്റെ അറ്റകുറ്റപ്പണിക്കിടെ അബദ്ധത്തിൽ വിവേക് ഡിക്കിയിൽ കുടുങ്ങുകയായിരുന്നു. ഇതിനിടെ കാറിന്റെ ബാറ്ററി ഓഫാവുകയും ചെയ്തു. പരിഭ്രാന്തിയിലായ വർക്ക്ഷോപ്പ് ജീവനക്കാർ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു. ലീഡിംഗ് ഫയർമാൻ പോൾസന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇനി ജനവിധി 2019. തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിൽ ഉച്ചഭക്ഷണം ചോദിച്ച് വീട്ടമ്മയെ ഞെട്ടിച്ച് സുരേഷ് ഗോപി. മണലൂർ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് നടനും NDA സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി വീട്ടമ്മയെ ഞെട്ടിച്ച് ഊണ് ചോദിച്ചത്. തൈക്കാട് സെന്ററിലെ സ്വീകരണത്തിന് ശേഷം മാമാ ബസാറിലെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് തുറന്ന ജീപ്പിലായിരുന്നു യാത്ര. നിശ്ചയിച്ച സമയത്തിലും വൈകി 1 മണി കഴിഞ്ഞതോടെ തനിക്ക് വിശക്കുന്നതായി സ്ഥാനാർത്ഥി കൂടെയുണ്ടായിരുന്ന BJP ജില്ലാ അധ്യക്ഷൻ നാഗേഷിനോട് പറഞ്ഞു. 3 സ്വീകരണ കേന്ദ്രങ്ങൾ കൂടി കഴിയണമെന്നായിരുന്നു മറുപടി. പാലുവായ് വഴി പോകവെ തന്നെ കാണാൻ പടിക്കൽ കാത്തുനിന്ന വീട്ടമ്മയോട് സുരേഷ് ഗോപി വിളിച്ചു ചോദിച്ചു, ചോറ് തരുമോ എന്ന്.
ഒരു നിമിഷം പകച്ച വീട്ടമ്മ സമ്മതം അറിയിച്ചതോടെ വണ്ടി നിർത്തിച്ച് അവരുടെ വീട്ടിലേക്ക്. സ്വന്തം വീട് പോലെ കരുതി അകത്തു കയറിയ സ്ഥാനാർത്ഥി മീൻകറി കൂട്ടി ഊണ് കഴിച്ചു. ഒപ്പം BJP ജില്ലാ പ്രസിഡന്റ് നാഗേഷും ഇരുന്നു. അപ്പോഴും വീട്ടമ്മ ലളിതയുടെ അമ്പരപ്പ് വിട്ടുമാറിയിരുന്നില്ല. പാലുവായ് ചെഞ്ചേരി രാധാകൃഷ്ണനാണ് ഗൃഹനാഥനെന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടെ ചോദിച്ചറിഞ്ഞു. വിശന്നാൽ ഏത് വീട്ടിൽ കയറിയും ഭക്ഷണം ചോദിക്കാമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ നിലപാട്. എനിക്ക് ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. എന്നാലും ഇത് ആദ്യത്തെ സംഭവമല്ല. ഓട്ടോ യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ പലരും ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ചിരി വരാറുണ്ട്. പക്ഷേ എൻ്റെ സിനിമാക്കാരോട് ചോദിച്ചു നോക്ക്, ഞാൻ ഒരു 20-25 വർഷമായിട്ട് ചെയ്യുന്ന ഷൂട്ടിംഗ് കഴിഞ്ഞ് കൃത്യമായിട്ട് വരുമ്പോൾ കാറില്ലെങ്കിൽ അപ്പോൾ ഓട്ടോ പിടിച്ച് കയറി പോകും എന്ന് പറഞ്ഞ പോലെ സമയത്ത് ഭക്ഷണം തന്നില്ലെങ്കിൽ ഷൂട്ടിംഗ് നടക്കുന്ന വീടിനടുത്തുള്ള ഏതെങ്കിലും വീട്ടിൽ കയറി ഞാൻ ചോറ് ചോദിച്ചു വാങ്ങിച്ചും കഴിക്കും. എനിക്കതിനകത്ത് ഒരു നാണവും ഇല്ല. അത് ഞാൻ എപ്പോഴും ചെയ്തു, അത്രേ ഉള്ളൂ. വീട്ടമ്മ തൊട്ടടുത്ത് തന്നെയുണ്ട്. അവർ സുരേഷ് ഗോപി ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് റോഡിലേക്ക് ഇറങ്ങിച്ചെന്നത്. പെട്ടെന്നാണ് അദ്ദേഹം അപ്രതീക്ഷിതമായി ഭക്ഷണം ചോദിക്കുന്നത്. എന്ത് തോന്നി? എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇങ്ങനൊരു സാഹചര്യത്തിൽ സുരേഷ് ഗോപിനെ കാണാനും ഞങ്ങൾ ഒരു ഭക്ഷണം വിളമ്പി കൊടുക്കാനും പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കഴിച്ച ഓരോ അരിമണിയിലും തന്റെ പേരുണ്ടായിരുന്നുവെന്ന പഞ്ച് ഡയലോഗിന് ശേഷം താരമിറങ്ങി. ഭക്ഷണത്തിന് നന്ദി പറഞ്ഞാൽ അനൗചിത്യമാകുമെന്ന് പറഞ്ഞ താരം വീട്ടുകാർക്കൊപ്പം ഫോട്ടോ എടുത്തതിന് ശേഷമാണ് മടങ്ങിയത്. പിന്നെ വണ്ടിയിൽ കയറി അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക്. TCV ന്യൂസ്, തൃശൂർ. ഭിന്നശേഷിക്കാർക്ക് വോട്ടവകാശം രേഖപ്പെടുത്തുന്നതിന് പോളിംഗ് സ്റ്റേഷനുകളിൽ റാമ്പും യാത്രാ സൗകര്യവും ഉൾപ്പെടെ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് കേരള വികലാംഗക്ഷേമ സംഘടനയുടെ നിവേദനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുക്കി നൽകിയതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാർക്ക് വോട്ടവകാശം രേഖപ്പെടുത്തുന്നതിന് യാത്രാ സൗകര്യം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാനാണ് സംഘടന ആവശ്യപ്പെട്ടത്. പോളിംഗ് ദിവസം വാഹന സൗകര്യം ആവശ്യപ്പെട്ട ജില്ലയിൽ 8291 ഭിന്നശേഷിക്കാർ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ തൃശൂരിൽ നടന്ന അവലോകന യോഗത്തിൽ നിർദ്ദേശം നൽകി. 50 ബൂത്തുകളിൽ വെബ് ക്യാമറകൾ സ്ഥാപിക്കാനും ആവശ്യമായ ഇടങ്ങളിൽ കേന്ദ്രസേനയെ വിന്യസിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. പൊതുനിരീക്ഷകൻ PK സേനാപതി, പോലീസ് നിരീക്ഷകൻ അമിത് കുമാർ സിൻഹ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ TV അനുപമ അധ്യക്ഷയായിരുന്നു. തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ശബരിമല അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ചതിന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ TV അനുപമ നോട്ടീസ് നൽകി. അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിക്കരുതെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന് വിരുദ്ധമാണ് സുരേഷ് ഗോപിയുടെ പ്രസംഗമെന്ന് നോട്ടീസിൽ ചൂണ്ടിക്കാട്ടി. വെള്ളിയാഴ്ച നടന്ന തേക്കിൻകാട് മൈതാനിയിലെ NDA കൺവെൻഷനിലെ പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് നടപടി. നോട്ടീസ് ലഭിച്ച 48 മണിക്കൂറിനകം വിശദീകരണം നൽകാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെട്ടു. വ്യക്തിഹത്യയും അപകീർത്തികരമായ പ്രസംഗം നടത്തുകയും ചെയ്തതിന് ചാവക്കാട് നഗരസഭാ ചെയർമാൻ NK അക്ബറിനെതിരെ നടപടി ആവശ്യപ്പെട്ട UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ചാവക്കാട് മേഖലയിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഓഡിയോ റെക്കോർഡിംഗും ഹാജരാക്കി. പൊതുജീവിതത്തെ അപമാനിക്കുകയും ജീവകാരുണ്യ, സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ഇകഴ്ത്തിയും വ്യക്തിപരമായി അധിക്ഷേപിച്ചുവെന്നാണ് പ്രസംഗം എന്നായിരുന്നു പരാതിയിൽ പറയുന്നത്. 96-ാം വയസ്സിലും പഴയകാലത്തെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് വാചാലനാവുകയാണ് പരിയാരം കർഷക സമരമടക്കമുള്ള പ്രക്ഷോഭങ്ങളിലൂടെ വളർന്നു വന്ന കോച്ചേരി വീട്ടിൽ ദാമോദരൻ എന്ന പൊതുപ്രവർത്തകൻ. ഇന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികൾ ഈ പഴയ വിപ്ലവകാരിയുടെ അടുക്കൽ അനുഗ്രഹം വാങ്ങാനെത്തും. പ്രായം 96-ൽ എത്തിയെങ്കിലും അടിയുറച്ച ഈ കമ്മ്യൂണിസ്റ്റുകാരനിൽ ഇന്നും വിപ്ലവാവേശം കൊടിപിടിച്ചു നിൽക്കുന്നു. പ്രസിഡന്റായും പ്രതിപക്ഷത്തെ അമരക്കാരനുമായെല്ലാം KSന്റെ പ്രാഗൽഭ്യം വർഷങ്ങളോളം മേലൂർ പഞ്ചായത്ത് അനുഭവിച്ചറിഞ്ഞിരുന്നു. പരിയാരം കർഷക സമരം, ആനമല കൂട്ടുകൃഷി സഹകരണ സംഘത്തിന്റെ രൂപീകരണം എന്നിവയെല്ലാം ഈ വിപ്ലവകാരിക്ക് ഇന്നലത്തെ സംഭവങ്ങൾ പോലെയാണ്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനവും പിളർപ്പിന് ശേഷം CPMലെ അമരക്കാരനായി നിന്നുള്ള സംഘാടനവും കാളവണ്ടിയിലെ ഇലക്ഷൻ പ്രചരണവും ഉച്ചഭാഷണിയില്ലാത്ത പ്രസംഗവുമെല്ലാം ഈ മനസ്സിലുണ്ട്. കുറച്ചുകാലമായി വോട്ട് ചെയ്യാൻ പോകാറില്ല. തനിയെ നടക്കാനുള്ള പ്രയാസമാണ് തടസ്സം. എങ്കിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി കൈവിരലിൽ മഷി പുരട്ടി. ഇപ്പോഴും പത്രം വായനയും മറ്റും മുറ പോലെ നടക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാകുമോ എന്ന് ഉറപ്പില്ലെങ്കിലും ഓർമ്മകളുടെ വോട്ടുകാലം ഇന്നും ഈ മനസ്സിൽ സജീവമാണ്. TCV ന്യൂസ്, ചാലക്കുടി.
ഇടവേള. ഓരോ ദിവസവും 1000 ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ജോസ് ആലൂക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തയിലേക്ക്. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ആദിവാസി യുവതി ശ്രീധന്യയ്ക്ക് ടോമിയാസിന്റെ 50,000 രൂപ സമ്മാനം. സിവിൽ സർവീസ് വിജയികളിൽ മികച്ച നേട്ടം കരസ്ഥമാക്കിയ വയനാട്ടിലെ ആദിവാസി യുവതി ശ്രീധന്യ സുരേഷിനാണ് ടോമിയാസ് അഡ്വർടൈസിംഗ് 50,000 രൂപ സമ്മാനിക്കുക. ശ്രീധന്യ സിവിൽ സർവീസിൽ 410ാം റാങ്കാണ് കരസ്ഥമാക്കിയത്. കൂലിപ്പണിക്കാരനായ സുരേഷിന്റെയും കമലയുടെയും മകളാണ്. ഞായറാഴ്ച പൊടുതനയിലുള്ള വീട്ടിലെത്തി ടോമിയാസ് മാനേജിംഗ് ഡയറക്ടർ തോമസ് പാവറട്ടി സമ്മാനം കൈമാറും. ജോസ് ആലൂക്കാസ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ വിസ്മയ് എന്ന പേരിൽ CSR മ്യൂസിക്കൽ നൈറ്റ് സംഘടിപ്പിച്ചു. ജോസ് ആലൂക്കാസ് ഗ്രൂപ്പിന്റെ സാമൂഹിക ജീവകാരുണ്യ സംഘടനയായ ജോസ് ആലൂക്കാസ് ഫൗണ്ടേഷൻ കഴിഞ്ഞ 15 മാസങ്ങളിലായി തൃശൂരും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സംഗീത സന്ധ്യ തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. ജോസ് ആലൂക്കാസ് ഫൗണ്ടേഷന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയ ബ്രൗഷറിന്റെ പ്രകാശനവും ചടങ്ങിൽ മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു. ചലച്ചിത്ര നടി അതിഥി രവി മുഖ്യാതിഥിയായി. ജോസ് ആലൂക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോസ് ആലൂക്ക, പോൾ ആലൂക്ക, വർഗീസ് ആലൂക്ക, ജോൺ ആലൂക്ക എന്നിവർ സന്നിഹിതരായി. തുടർന്ന് സൊസൈറ്റി ഫോർ റീഹാബിലിറ്റേഷൻ ഓഫ് ദി ബ്ലൈൻഡ്ലി ചലഞ്ചഡ് എന്ന സംഘടനയിലെ അന്ധരായ കലാകാരന്മാരുടെ സംഗീത പരിപാടിയും അരങ്ങേറി. പരിപാടിയുടെ ഭാഗമായി സൗജന്യ പ്രമേഹ പരിശോധനയായ HbA1c ടെസ്റ്റും നടന്നു. നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. അതിർത്തി തർക്കത്തെ തുടർന്നുള്ള സംഘർഷത്തിൽ വയോധികയ്ക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ആൽത്തറ മണാളത്തോളപ്പിൽ സുബൈർ ഭാര്യ ഖദീജയെ അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അയൽവാസിയായ ഷാജഹാനാണ് ഇവരെ ആക്രമിച്ചതെന്ന് പറയുന്നു. ഇരു വീട്ടുകാരുടെയും വീടിനോട് ചേർന്ന അതിർത്തിയിൽ മതിൽ കെട്ടുന്നതുമായ വിഷയത്തിൽ തർക്കം നിലനിന്നിരുന്നു. ഇതിനിടയ്ക്കാണ് തിങ്കളാഴ്ച വൈകിട്ട് 5:30 വീണ്ടും സംഘർഷമുണ്ടായത്. ഖദീജ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴാണ് ആക്രമണമുണ്ടായതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. എറവ് സ്വദേശി വിഷ്ണു രാജന് ഇക്കൊല്ലത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 234ാം റാങ്ക്. 2017 ഫോറസ്റ്റ് സർവീസിൽ ചേർന്ന വിഷ്ണു ഇപ്പോൾ ഡെറാഡൂണിൽ പരിശീലനത്തിലാണ്. കോഴിക്കോട് NITയിൽ നിന്ന് ബിടെക് നേടിയ ശേഷമാണ് സിവിൽ സർവീസിന് ശ്രമം തുടങ്ങിയത്. അച്ഛൻ പട്ടാത്ത PK രാജൻ തളിക്കുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലായിരുന്നു. അമ്മ TK കമല അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ജീവനക്കാരിയാണ്. സിവിൽ സർവീസ് പരീക്ഷയിൽ 410ാം റാങ്ക് നേടിയ വയനാട് സ്വദേശി ശ്രീധന്യ സുരേഷിന് സത്സംഗ് കല്യാൺ സിൽക്സ് സുവർണ മുദ്ര നൽകി ആദരിക്കും. തൃശൂരിൽ അടുത്തയാഴ്ച നടക്കുന്ന ചടങ്ങിൽ 2 പവന്റെ സ്വർണ്ണ പതക്കം സമ്മാനിക്കുമെന്ന് സത്സംഗ് രക്ഷാധികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് അറിയിച്ചു. അവധിക്കാലമായതോടെ ബ്ലാങ്ങാട് കടപ്പുറത്ത് സന്ദർശകരുടെ ഒഴുക്കാണ്. 4.5 കിലോമീറ്റർ പരന്നു കിടക്കുന്ന ബീച്ചിൽ ആകെയുള്ളത് 2 ലൈഫ് ഗാർഡുകൾ മാത്രം. ജില്ലയിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന ബീച്ചിലാണ് ഈ അവസ്ഥ. കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിൽ നിന്നെത്തിയ വിദ്യാർത്ഥി സംഘം തിരയിൽപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു.
ലൈഫ് ഗാർഡുമാരുടെ മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ കടലിൽ ഇറങ്ങി കുളിക്കുന്നതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. കടലിന്റെ സ്വഭാവം അറിയാത്ത മേഖലയിൽ നിന്നെത്തുന്നവരാണ് ഇത്തരത്തിൽ അപകടക്കുളി നടത്തുന്നത്. കൂടാതെ മദ്യലഹരിയിലെത്തുന്നവരും ഇവിടെ കുറവല്ല. അപകടമുണ്ടായാൽ പെട്ടെന്ന് രക്ഷപ്പെടുത്താനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെയില്ല. അപകട ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ആരും ഇത് വകവെക്കുന്നില്ലെന്നാണ് കോസ്റ്റൽ ഗാർഡുകൾ പറയുന്നത്. വെള്ളം ഒളിച്ചിട്ട് ആൾക്കാർ പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. വൈകുന്നേര സമയങ്ങളിൽ മീൻ കൊണ്ട് വരുന്ന സമയത്ത് ഭയങ്കര സ്പീഡായിട്ട് വരും. പക്ഷേ ഇവർക്ക് അറിയില്ലാതെ കാറ്റിൻ്റെ ദിശ അനുസരിച്ച് ബോട്ടുകൾ അങ്ങോട്ട് മാറും. ഭയങ്കര അപകടം നടന്നത്. ഇത് രണ്ട് തരത്തിലുള്ള ബീച്ചാണ് ശരിക്കും. ഒന്ന് ഫിഷറീസ് ഏരിയയും ഒന്ന് അതുപോലെ ടൂറിസ്റ്റ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബീച്ചാണ് ശരിക്കും ചാവക്കാട്. അതുകൊണ്ട് അപകടം നടത്താനാണ്. കോസ്റ്റൽ ഗാർഡുകൾ ആവശ്യപ്പെട്ടാലും പലരും സന്ധ്യയായാൽ പോലും തീരത്തേക്ക് കയറാത്ത അവസ്ഥയാണുള്ളത്. ചില സമയങ്ങളിൽ ഇത്തരക്കാരെ നാട്ടുകാർ ഇടപെട്ടാണ് കരയ്ക്ക് കയറ്റാറുള്ളത്. കുട്ടികളും സ്ത്രീകളും അടക്കം ദിനം പ്രതി ആയിരക്കണക്കിന് പേരെത്തുന്ന ബീച്ചിൽ നിരവധി പേരാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഇവരിൽ പലരുടെയും ജീവൻ പൊലിയുകയും ചെയ്തിട്ടുണ്ട്. TCV ന്യൂസ്, ചാവക്കാട്. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. കുന്നംകുളം ചൂണ്ടലിൽ കാറുകൾ കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്ക്. ചൂണ്ടൽ ജംഗ്ഷനിൽ രാത്രി 12ഓടെയായിരുന്നു അപകടം. പട്ടാമ്പി പള്ളിപ്പുറം സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ ഗുരുവായൂർ റോഡിൽ നിന്നും എത്തിയ കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ കേച്ചേരി ഗുരുവായൂർ ആക്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പുങ്കുന്നം പുഷ്പഗിരി ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിലെ ബ്രഹ്മോത്സവത്തോടനുബന്ധിച്ചുള്ള അഗ്രഹാര വീഥികളിലൂടെയുള്ള സ്വർണ്ണരഥ പ്രയാണം ആരംഭിച്ചു. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയ്ക്ക് പുറമെ രാവിലെയും വൈകിട്ടും ശീവേലിയും തുടർന്ന് രാത്രിയിൽ സ്വർണ്ണരഥത്തിൽ നാദസ്വരത്തിന്റെ അകമ്പടിയോടെ അഗ്രഹാര പ്രയാണവും ഉണ്ടായിരിക്കും. ശ്രീരാമ നവമി ദിനമായ ഈ മാസം 13-ന് കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം, ചോറ്റാനിക്കര സുഭാഷ് നാരായണമാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം, രഥപ്രയാണം എന്നിവ ഉണ്ടായിരിക്കും. 15-ന് നടക്കുന്ന ആഞ്ജനേയോത്സവത്തോടുകൂടി ആഘോഷ പരിപാടികൾക്ക് സമാപനമാക്കും. കല്യാൺ ജ്വല്ലേഴ്സും കല്യാൺ സിൽക്സുമാണ് ആഘോഷ പരിപാടികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ദിവസവും നിരവധി ഭക്തരാണ് ബ്രഹ്മോത്സവ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുന്നത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം പുളിഞ്ചോട് ടയർ പൊട്ടി നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിലും ബൈക്കിലും ഇടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികനായ കരുമത്ര മങ്കര വീട്ടിൽ അജിത്തിനാണ് പരിക്കേറ്റത്. ഇയാളെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമല മെഡിക്കൽ കോളേജിലെ 11ാം ബാച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാന ചടങ്ങ് അമല മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ നടന്നു. ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ വാൾട്ടർ തേലപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് ബിരുദദാനം നിർവഹിച്ചു. അമല മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഭഗവതിയമ്മ, അമല മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ ഫ്രാൻസിസ് കുരിശ്ശേരി, ജോയിന്റ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ, ഗ്രാജുവേഷൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ CR സാജു തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് മഹിളാ വിങ്ങിന്റെ നേതൃത്വത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിമുക്ത ഭടന്മാരുടെ വിധവകൾക്ക് തയ്യൽ മെഷീനും കമ്പ്യൂട്ടറും വിതരണം ചെയ്തു. ബ്രിഗേഡിയർ G. ആനന്ദക്കുട്ടൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലഫ്റ്റനന്റ് കേണൽ CI തോമസ് കമ്പ്യൂട്ടർ വിതരണവും P. രാധാകൃഷ്ണൻ തയ്യൽ മെഷീൻ വിതരണവും നിർവഹിച്ചു. KR ഗോപിനാഥൻ നായർ, T. മോഹൻദാസ്, അഡ്വക്കേറ്റ് VP ഡേവിസ് തുടങ്ങിയവർ പങ്കെടുത്തു. വാണിജ്യം. ജോസ് ആലുക്കാസ് ജ്വല്ലറി തൃശൂർ റൗണ്ട് ഈസ്റ്റ് ഷോറൂമിന്റെ 24ാം വാർഷികാഘോഷങ്ങൾ നടന്നു. കേക്ക് മുറിച്ചും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചും ഉപഭോക്താക്കൾക്ക് കൈനിറയെ സമ്മാനങ്ങൾ ഒരുക്കിയുമാണ് ജോസ് ആലുക്കാസ് ജ്വല്ലറി തൃശൂർ റൗണ്ട് ഈസ്റ്റ് ഷോറൂമിന്റെ വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. തൃശൂർ ചാംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് TR വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ജോസ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോസ് ആലൂക്ക, മാനേജിംഗ് ഡയറക്ടർമാരായ വർഗീസ് ആലൂക്ക,
പോൾ ജെ ആലൂക്ക, ജോൺ ആലൂക്ക, HR മാനേജർ ടോണി ഇഗ്നേഷ്യസ്, ഷോറൂം മാനേജർ NP ടോണി എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും സമ്മാനമായി നൽകുന്നുണ്ട്. കൂടാതെ എല്ലാ പർച്ചേസുകൾക്കും വിലമതിപ്പുള്ള സമ്മാനങ്ങൾ, എല്ലാ പർച്ചേസിനും സ്പെഷ്യൽ ഡിസ്കൗണ്ട്, ഡയമണ്ട് ആഭരണങ്ങൾക്ക് 20% ഓഫർ, ഗോൾഡ് എക്സ്ചേഞ്ചിന് മികച്ച വില എന്നിവയും ജോസ് ആലുക്കാസ് ജ്വല്ലറി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. മാൾ ഓഫ് ജോയിയുടെ 5ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന വിവാഹ് ഉത്സവ് സമ്മാന പദ്ധതിയുടെ ആദ്യ ആഴ്ചയിലെ നറുക്കെടുപ്പ് നടന്നു. 9 ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന വിവാഹ് ഉത്സവ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ 1 കോടി രൂപയുടെ സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. തൃശൂർ മാൾ ഓഫ് ജോയിൽ നടന്ന ചടങ്ങിൽ മേയർ അജിത വിജയൻ ആദ്യ ആഴ്ചയിലെ ആദ്യ നറുക്കെടുപ്പ് നിർവഹിച്ചു. തുടർന്ന് ഉപഭോക്താക്കളും നറുക്കെടുപ്പ് നിർവഹിച്ചു. മാൾ മാനേജർ സുമേഷ് എബ്രഹാം, ജോയ ലുക്കാസ് ജ്വല്ലറി മാനേജർ പോൾ മഞ്ഞില, ജോളി സിൽക്സ് മാനേജർ ബെസ്റ്റോ തുടങ്ങിയവർ പങ്കെടുത്തു. ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിന് പുറമെ ബമ്പർ നറുക്കെടുപ്പും ഉണ്ടായിരിക്കുന്നതാണ്. 2 സാൻഡ്രോ കാറുകൾ, 5 റോയൽ എൻഫീൽഡ് ബൈക്കുകൾ, കൂടാതെ ഗോൾഡ് കോയിനുകൾ, LED ടിവികൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നീ സമ്മാനങ്ങളാണ് വിജയികൾക്ക് ലഭിക്കുക. കൂടാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന വധൂവരന്മാർക്കായി പ്രത്യേക ഹണിമൂൺ പാക്കേജുകൾ ഉണ്ടായിരിക്കുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥിക്കെതിരായ വിവാദ പരാമർശം സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. 242 നാമനിർദ്ദേശ പത്രികകൾ അംഗീകരിച്ചതായും മീണ. ബെന്നി ബെഹനാന്റെ അനാരോഗ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ബാധിക്കാതിരിക്കാൻ മറുതന്ത്രങ്ങൾ മെനഞ്ഞ UDF. മുതിർന്ന നേതാക്കളെ പ്രചാരണത്തിനിറക്കി ആശങ്ക മറികടക്കാൻ നീക്കം. കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വിലക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധ സംഗമം. നിരോധനം പിൻവലിച്ചില്ലെങ്കിൽ ഏപ്രിൽ 15 മുതൽ തൃശൂർ പൂരം അടക്കമുള്ള ഉത്സവാഘോഷങ്ങൾക്ക് ആനകളെ നൽകില്ലെന്ന് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി. വാടനപ്പള്ളിയിൽ കാർ സ്കൂട്ടറിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. സ്കൂട്ടർ ഓടിച്ചിരുന്ന മാതാവ് അനിത പരിക്കേറ്റ ചികിത്സയിൽ. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിലെ ചുങ്കാൽ വനത്തിൽ നിന്ന് ചന്ദനം മുറിച്ചു കടത്താനെത്തിയ മാഫിയ സംഘം പിടിയിൽ. 6 അംഗ സംഘത്തിലെ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.